ഇന്ന് എല്ലാ കണ്ണുകളും ഇസ്ലാമാബാദിലേക്കാണ്, പാകിസ്ഥാനിലേക്കാണ്. ഇന്ന് അവിടെ ഇറാന്റെ പ്രതിനിധികളും അമേരിക്കയുടെ പ്രതിനിധികളും തമ്മിൽ വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ അനവധി യുദ്ധവിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് പറന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. JF-17, തണ്ടർ F-16, ഒപ്പം തന്നെ ഈ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകൾ അടക്കമുള്ള ഒരു വലിയ സായുധ യുദ്ധവിമാനങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പാകിസ്ഥാന്റെ ഔദ്യോഗിക പ്രതികരണം ഇറാന് സംരക്ഷണം ഒരുക്കാനാണ്. അതായത് ഇറാന്റെ പ്രതിനിധികൾ പാകിസ്ഥാനിലേക്ക് എത്തുമ്പോൾ അവർക്കൊരു ഇരുമ്പ് സംരക്ഷണം ഒരുക്കുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യം. ഇസ്രായേൽ ഒരുപക്ഷെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്, ഈ പ്രതിനിധികളെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്, അതിനെ തടയിടുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതാണോ ലക്ഷ്യം, അതോ ഈ അമേരിക്കയെ യുദ്ധത്തിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമാക്കിയാണോ ഈ വിമാനങ്ങൾ പറഞ്ഞതെന്നൊക്കെ വരും മണിക്കൂറിൽ കൃത്യതയും വ്യക്തതയും ഉണ്ടാകും. ഏതായാലും ഇറാന്റെ പ്രതിനിധികളെ ഇസ്രായേൽ ആക്രമിക്കും, അതുകൊണ്ടാണ് തങ്ങൾ ഇത്രയും കൂടുതൽ വിമാനങ്ങൾ ഇറാന് സംരക്ഷണം ഒരുക്കാൻ, അതായത് ഇറാന്റെ പ്രതിനിധികൾ ഇറാനിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അവർക്ക് ഇരുവശവും നിന്ന് സംരക്ഷണം ഒരുക്കുമെന്നൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത്. ഏതായാലും പാകിസ്ഥാൻ ചൈനയുടെ കൂടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതെന്നും ഒരു മധ്യസ്ഥന്റെ റോൾ വഹിക്കുന്നതെന്നുമുണ്ട്. പക്ഷേ ഇസ്രായേലും ഇറാനും ഒന്നും ഈ പാകിസ്ഥാനെ ഇതിനകത്തൊരു മധ്യസ്ഥനായിട്ട് കാണുവാനോ അവരെ അപഹസിക്കുവാനാണ് അവരേറെ സമയം ചെലവഴിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ വായിലിരിക്കുന്ന നല്ല കുറെ കാര്യങ്ങൾ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് കേൾക്കുകയും തന്റെ സ്വന്തം പോസ്റ്റ് മുക്കി കണ്ടമൊഴി ഓടുകയും ഒക്കെ നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഏതായാലും പാകിസ്ഥാൻ എന്തിനുള്ള പുറപ്പാടാണ് എന്നുള്ളത് വരും മണിക്കൂറിൽ തന്നെ അറിയാൻ കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.